അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ഓട്ടിൻ്റെ എ സിയുടെ പമ്പ് ചേഞ്ച് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേഞ്ച് ചെയ്തപ്പോഴല്ല, വെള്ളം കയറിയിട്ട് ഞാൻ പമ്പ് ചേഞ്ച് ചെയ്തതാണ്. എന്നിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേ കോൺടാക്ട് ക്ലീനറൊക്കെ അടിച്ച് ഫുള്ള് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഡ്രൈ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് 2 ദിവസമായി. എന്തായാലും നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഇല്ലെങ്കിൽ പമ്പ് നേരെ ഫുള്ള് ഊരി സർവീസിന് കൊടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 6 മണിയാവാനായി. ഞാനിപ്പോഴാണ് എണീച്ച് ഇപ്പം വൈകിട്ടാണ് പണിയെടുക്കൽ. കാരണം പുറത്ത് ചൂടാണ്. രാവിലെ എണീക്കും, പക്ഷെ വർക്ക് അധികം ചെയ്യലില്ല, കാരണം ചൂടല്ലേ. അപ്പോൾ ചെറിയ ചെക്കിംഗ് ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടക്കും. പിന്നെ വൈകിട്ട് എണീക്കും. എന്നിട്ട് ജസ്റ്റ് ഇതേപോലത്തെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് നല്ല സുഖമാണ് ചെയ്യാൻ. അങ്ങനെ വൈകിട്ട് ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും വാ. ഇതാണ് നമ്മുടെ ചെറുക്കൻ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് കംപ്രസർ റൂമിൽ പോയി ആദ്യം ഓഫ് ചെയ്യണം. കംപ്രസറൊക്കെ ഓഫ് ചെയ്തിട്ട് പണിയെടുക്കണം. ഈ സൗണ്ട് കേൾക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ 2 പമ്പുള്ളത്. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു വാൾവുണ്ട്. അപ്പോൾ നമുക്ക് പമ്പ് ഓഫ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ കിച്ചൺ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കംപ്രസർ വരുന്നത്. കണ്ടാ, ഇതാണ് എ സിയുടെ കംപ്രസർ. ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കംപ്രസർ. അതുപോലെ അവിടെ 2 മോട്ടറുണ്ട്. അത് ചില്ലറിനാണ്. ഈ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള ചില്ലറിൻ്റെ മോട്ടറാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പമ്പ് ചേഞ്ച് ചെയ്യാം. ഇതൊരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ പമ്പ് ചേഞ്ച് ചെയ്യലുണ്ട്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. ആദ്യം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ അടിയിലാണ് വെള്ളം എടുക്കാനുള്ള വാൾവൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സംഭവം കണ്ടോ, ഇവിടുന്ന് വെള്ളം എടുക്കും. അതായത് കടലിൻ്റെ അടിയിൽ നിന്ന് നേരെ വെള്ളം എടുത്ത് ഈ പമ്പിലൂടെ പോയിട്ട് അവിടെ ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിലൂടെ നേരത്തെ നമ്മൾ കണ്ട ചില്ലറിലൂടെ പാസ് ചെയ്യും. അപ്പം ഇത് ചില്ലർ കൂളാക്കാനുള്ള പമ്പാണ് ഇവിടെയുള്ള ഈ 2 എണ്ണം. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഫിൽറ്റർ മാറ്റി കൊടുക്കണം. കണ്ടോ, ഈ ഫിൽറ്റർ നമ്മൾ 3-4 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം. കാരണം ഫുള്ള് കച്ചറ കൊടുക്കും. കണ്ടോ, ഇത് ഫുള്ള് കച്ചറാണ്. കുറച്ച് ദിവസമായി സംഭവം ക്ലീൻ ചെയ്തിട്ട്. ഞാൻ ചുമ്മാ പമ്പ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മൾ സാധനം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഓറിങ്ങും വെച്ചിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളത് ഫിക്സ് ചെയ്ത് ഗ്ലാസ് ഇട്ടു. എനിക്ക് ഫോൺ ഒറ്റ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ 2 വാൾവ് ഓപ്പൺ ചെയ്ത് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ അടിയിലൊരു വാൾവുണ്ട്. അല്ല, ഇത് ഓപ്പൺ ചെയ്യണം. ഇതാണ് പമ്പ് വരുന്നത്. ഇതാണ് നമ്മൾ വെള്ളം കയറിയിട്ട് ഓഫായി പോയത്. ഇനിയിപ്പോൾ എന്തായാലും ഓൺ ആവുമെന്ന് നോക്കണം. അതേപോലെ ഇതായിരുന്നു ഇത്രയും ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പമ്പ്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് നേരെ ഇതിലോട്ടാക്കിയിട്ടുണ്ട്. നേരെ കംപ്രസർ റൂമിൽ എന്നിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പമ്പിലോട്ടുള്ള സ്വിച്ച്. അത് മാറ്റാം. എവിടെയാണ് പണി പാളിയെന്ന് ഇപ്പോഴറിയാം. എന്തായാലും ഓക്കെ, ഫസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില്ലർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കംപ്രസർ ഓൺ ആക്കണം. അപ്പോഴാണ് കംപ്രസറിൽ ആ പൈപ്പ് വർക്ക് ചെയ്തിട്ട് കടലിൽ നിന്ന് വെള്ളം നേരെ എടുക്കും. എന്നിട്ട് ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ചില്ലർ കൂളാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്രസർ ഓൺ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നേരെ മോട്ടർ വർക്ക് ചെയ്യും, വെള്ളം വരാൻ തുടങ്ങും. അതേ വെള്ളം വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നേരെ വെള്ളം കടലിൽ നിന്ന് എടുക്കുന്നു, കടലിലോട്ട് തന്നെ ഒഴുക്കി വിടും. ആ ഒന്ന് സ്ലോ ആണ്, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണം. യെസ്, അപ്പോൾ അത് സക്സസ് ആയി. ഇനി നമുക്ക് അടുത്തത് ഓൺ ചെയ്യാം. ഇത് 1 by 1 ആണ് ഓൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടിച്ചു പോകും. 1 by 1 ഓരോന്നോരോന്ന് ഓണായി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇതാണ് ഓൺ ചെയ്തൊക്കെ. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമ്മൾ ഓൺ ആക്കുന്നില്ല. കാരണം ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അധികം കൂടുതൽ നമുക്ക് വേണ്ട, കാരണം ആരും യൂസ് ചെയ്യുന്നില്ല എ സി ഒന്നും. റൂമിലൊക്കെ എ സി ഓഫാണ്. അപ്പോൾ ഇത് നമുക്ക് ഓണാക്കണ്ട. എന്തായാലും ബാക്കി 3 എണ്ണം ഓൺ ചെയ്യാം. കണ്ടാ, ഫുള്ള് വയർത്ത് നല്ല ചൂടാണ്. ഓക്കെ, ഫുള്ള് വയർത്ത്. എന്തായാലും സാധനം ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലോറൊക്കെ ക്ലോസ് ചെയ്തിടണം. അതേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അതുപോലെ നമ്മൾ ഇത് മൂടിയിടണം ശരിക്കും. കാരണം തൽക്കാലം ഇങ്ങനെ നോട്ടെ. കാരണം ഇവിടുന്ന് വെള്ളം എത്തിയിട്ടാണ്
നേരെ താഴോട്ട് ഇറ്റിറ്റ് വീണിട്ട് ആ കോണ്ടാക്റ്റിൻ്റെ ആ കണക്ഷൻ്റെ അടുത്ത് പോയിട്ട് നേരെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഓഫായത് ലാസ്റ്റ് ടൈം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ മൂടിയിട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം ചൂട് വരും. മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ചൂടായിട്ട് അതും പ്രശ്നമാണ്. അപ്പം ഹാഫ് ഓപ്പൺ ചെയ്തിട്ട് ഇടുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇനി നമുക്ക് നമ്മുടെ ഈ സാധനമൊക്കെ മൂടിയിടാം. വൈദവേ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം. ഇത് നമുക്ക് കടൽ വെള്ളം എന്താക്കും ഫിൽട്ടർ ചെയ്തിട്ട് സാധാ വെള്ളം ആക്കിയിട്ട് തരുന്നൊരു സംഭവം, അതാണിത്. ഇത് നമ്മുടെ ജനറേറ്റർ, എൻജിൻ അടുത്ത ജനറേറ്റർ, പിന്നെ ഇത് ഹീറ്റർ. സിമ്പിൾ. ആ ജനറേറ്റർ പണിയാണ്, കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കാണ്. ഫ്യൂല് കയറുന്നില്ല, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കാണ് സംഭവം. എന്തായാലും ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇനി വർക്കില്ല. ഇനി നാളെ നമ്മൾ നേരത്തെ കംപ്രസർ ഓണാക്കിയപ്പം ഒരു 4 വാൾവിലൂടെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഒന്നിൽ കുറച്ച് സ്ലോ ആണ് വരുന്നത്. അപ്പോൾ നാളെ ആ ഒരു പൈപ്പ് ഊരിയിട്ട് ക്ലീൻ ചെയ്യണം. അത് നാളെ രാവിലെ ചെയ്യേണ്ട പരിപാടി. അത്ര പെട്ടെന്ന് പരിപാടി കഴിയില്ല. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മതി ചെയ്തെടുക്കാൻ. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയി എടുത്താണ്. അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ മതി നമുക്ക് പമ്പ് ചേഞ്ച് ചെയ്യാൻ. എന്തായാലും ബാക്കി വീഡിയോ നാളെ. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ചെയ്യുന്നതാണ്. വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ എനിക്കെന്താ അവിടെ പണി എന്നുള്ളത് കാണാമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും ബാക്കിയുള്ളവർ കാണുകയാണെങ്കിൽ കാണും. ഓക്കെ.